ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഒരു ബോളി ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അറിയാത്തവരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നല്ല അടിപൊളി ബോളി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായയ്ക്കും രാത്രി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് രാത്രി ചപ്പാത്തിക്ക് പകരം കറിയൊന്നും വേണ്ട, ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണം. അധികം എണ്ണയൊന്നും ഇല്ലാതെ ഹെൽത്തി ആയൊരു ബോളിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ഉപയോഗിക്കാം, പക്ഷേ മഞ്ഞൾപ്പൊടി ഒരു ലേശം ഉപയോഗിച്ചാൽ നല്ല മഞ്ഞ കളറുണ്ടാവും. പിന്നെ മാവ് കുഴയ്ക്കാൻ എടുത്തത് ഞാൻ പാലാണ്. പാല് കുറേശ്ശെ ആയിട്ട് മാവൊന്നെല്ലാം കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഒന്നിച്ച് പാൽ കുഴയ്ക്കരുത്, കുറേശ്ശെ കുഴച്ചെടുക്കണം. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ഉപയോഗിച്ചാലും മതി, അതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാവ് ഞാനെല്ലാം കുഴച്ചെടുത്തിട്ട് ഞാനൊരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തീരെ ഉപയോഗിക്കാത്തവർ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കണം എന്നില്ല. സാധാരണ ഇതിൽ നെയ്യില്ലാണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. അതുപോലെ ഞാൻ നന്നായി പൊറാട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായി പ്രസ് ചെയ്ത് ഒരു 10 മിനിറ്റോളം മാവ് കുഴച്ച് വെക്കണം. എന്നാലേ നല്ല സ്മൂത്ത് ആവുള്ളൂ മാവ്. എന്നിട്ട് റെസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട, വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഞാൻ റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചില്ല. പിന്നെ നമുക്ക് കടലപ്പരിപ്പാണ് എടുക്കേണ്ടത്. കടലപ്പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഞാനൊന്ന് കുക്കറിലിട്ട് നന്നായി വേവിച്ചിട്ടുണ്ട്. നന്നായി വേവിക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് അത് തരിയില്ലാണ്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതൊക്കെ ഞാനൊരു പാനിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ അരിപ്പൊടി എടുത്ത് ആ കപ്പിൽ ഒരു കപ്പ് ശർക്കര പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ശർക്കര പൊടിയല്ല, ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചാലും മതി. അപ്പോൾ ഞാൻ ഇവിടെ ശർക്കര പൊടി എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. പിന്നെ നമുക്ക് ഏലക്കയുടെ പൊടിയാണ്. ഏലക്കയുടെ പൊടി പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ നല്ല നൈസ് പൊടിയാവും. കഴിയുന്നു നൈസ് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഞങ്ങൾ ചപ്പാത്തിയുടെ ഉള്ളിലിട്ട് പരത്തുമ്പോൾ നൈസാവണം. അത് എല്ലാം കൂടി പാനിലിട്ടിട്ട് ഞാൻ ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല. പാനിൽ വെറും ശർക്കര പൊടിയും ആ കടലപ്പരിപ്പിൻ്റെ മിക്സും കൂടി ഇട്ടപ്പോൾ തന്നെ നന്നായി ലൂസായി നിൽക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് ചൂടാക്കിയാൽ നന്നായി ഒന്ന് കട്ടയായിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് തണുത്തതിന് ശേഷം ഇതുപോലെ ബോളാക്കി വെക്കാം. പിന്നെ നമുക്ക് പരത്തി വെച്ച ചപ്പാത്തി ഇതുപോലെ ആ മാവില്ലേ, മൈദയുടെ മാവ് നന്നായി ഒന്ന് കൈവച്ച് പരത്തിയിട്ട് ഇതിനുള്ളിൽ ഈ കടലപ്പരിപ്പിൻ്റെ ബോൾ ഇതിനുള്ളിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മളൊന്ന് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് മൈദപ്പൊടി ലേശെടുത്ത് അതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്താം. വ്യത്യാസമൊന്നുമില്ല. അതുപോലെ പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉള്ളിലുള്ള ആ കടലപ്പരിപ്പിൻ്റെ മിക്സ് പുറത്തേക്ക് കാണാം, പക്ഷേ ഉള്ളിൽ നിന്ന് പൊട്ടി വരരുത്. അപ്പം നമുക്ക് പൊങ്ങി കിട്ടില്ല. അപ്പം അത് നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ ഞാൻ എല്ലാം അതുപോലെ പരത്തി വെക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ എല്ലാം പരത്തി വെക്കുന്ന മുന്നേ നമ്മൾ ഓരോന്നായിട്ട് പരത്തിയിട്ട് ഓരോന്ന് ചുട്ടെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്ന് ചുടുക, പിന്നെ അടുത്തത് ചുടുക. അതുപോലെ ആക്കി കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല. അപ്പോൾ ഞാൻ ഒന്ന് പരത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചുടുന്നതെന്ന് വെച്ചാൽ. നന്നായി ദോശക്കല്ല് ചൂടാക്കിയ ശേഷം കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്ത ശേഷം നമുക്ക് ഈ ഈ മാവ് പരത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാത്തവർ തീരെ എണ്ണ ഉപയോഗിക്കണം എന്നില്ല. അങ്ങനെ 2 സൈഡും മറിച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ചട്ടകത്തോണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ നന്നായി പൊങ്ങി വരും. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ചായക്കൊക്കെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കടലപ്പരിപ്പും ശർക്കരയൊക്കെയാണ്. നല്ല ഹെൽത്തിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ബോളി കഴിക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ നല്ല ടേസ്റ്റാണ്. എണ്ണയോ ഒന്നും ഉപയോഗിക്കാത്തവരൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാനും കഴിക്കാനും പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ അതേ ടേസ്റ്റല്ല, ചപ്പാത്തിയിലും ഒരു വ്യത്യസ്ത ടേസ്റ്റിൽ നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ. നല്ല കണ്ടോ, 2 വിരലുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന അത്രയും സോഫ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.